മലപ്പുറത്ത് വീട്ടിൽ പ്രസവത്തിനിടെ യുവതിക്ക് ദാരുണാന്ത്യം. ചട്ടിപ്പറമ്പിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആലപ്പുഴ സ്വദേശി സിറാജുദ്ദീന്റെ ഭാര്യ അസ്മയാണ് മരിച്ചത്. പ്രസവവേദനയുണ്ടായിട്ടും ഭർത്താവ് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടില്ല എന്ന് യുവതിയുടെ കുടുംബം ആരോപിച്ചു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. 1.5 വർഷമായി വാടകയ്ക്ക് താമസം തുടങ്ങിയിട്ടെന്നും അയൽവാസികളുമായി വലിയ ബന്ധമുണ്ടായിരുന്നില്ല എന്നും വീട്ടുടമ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഗർഭിണിയാണെന്ന വിവരം കുടുംബം മറച്ചുവെച്ചുവെന്ന് വാർഡ് മെമ്പറും പറയുന്നു. കാസർഗോഡ് ഒരു പള്ളിയിൽ ജോലി ചെയ്യണം. അങ്ങനെ ഉള്ളൊരു അഡ്രസ്സിലാണ് നമ്മൾ മൂപ്പർക്കൂടെ ജോലി അലവോട് കൊടുക്കുന്നത്. ഇവിടെ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യും. നമ്മൾ കറക്റ്റ് മന്ത്ലി റെൻറ്റ് കിട്ടും. വേറെയുള്ള വിവരങ്ങളൊന്നും നമ്മളറിയില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ ആർക്കും അയൽവാസികൾക്കാർക്കും മൂപ്പരെ കൊണ്ട് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് സംഭവങ്ങൾ അയൽവാസികളാരും നമ്മളോട് പറയണില്ല. മൂപ്പര് ആരായിട്ടും അങ്ങനെ കൂടുതൽ ബന്ധമില്ല. മൂപ്പരെ നമ്മൾ കാണും, പുറത്തുനിന്നൊക്കെ കാണും. അങ്ങനെ പോണ സമയത്ത് അവിടെ നിന്ന് ഇവിടുന്ന് കാണുമ്പോൾ ചിരിക്കും എന്നുള്ള അങ്ങനത്തെ ഒരു ബന്ധം നമ്മളായിട്ടുള്ളൂ. അവർ പറഞ്ഞിട്ടുള്ള ഗർഭിണി അല്ല എന്നുള്ളതിലാണ് പറഞ്ഞിട്ടുള്ളത്. അവരത് മറച്ചു വെച്ചിട്ടുണ്ടാണ് ആശാ വർക്കർ എൻക്വയറി ചെയ്തപ്പോൾ നമ്മൾ അറിയുന്നത്. പോലീസ് ബന്ധപ്പെട്ടപ്പോൾ പിന്നെ നമ്മളെ സുഹൃത്തുക്കൾ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു. അലി അക്ബർ ഷാ വിവരങ്ങളുമായി അഷ്കർ അലി കലിംബയുമുണ്ട് വാടക വീട്ടുമുള്ളിൽ നിന്നും. ആദ്യം അഷ്കറിലേക്കാണ്. അഷ്കർ, ഇപ്പോൾ ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഗർഭിണിയാണെന്ന വിവരം മറച്ചുവെച്ചു. വീട്ടിൽ പ്രസവം നടത്തിയ യുവതി മരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ എന്താണ് ആ വീടിന് മുന്നിൽ നമുക്ക് നൽകാവുന്ന വിവരം അഷ്കർ? സ്മൃതി, ഞാൻ വീടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അല്പസമയം മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥർ എത്തി വീട് മുഴുവൻ ബന്ധാവസ്ഥയിലാക്കിയിട്ടുണ്ട്. പക്ഷേ വലിയ ആശങ്കയിലാണ്, ഇല്ലെങ്കിൽ വലിയ അതിൻ്റെ ഒരു ഞെട്ടലാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ നിൽക്കുന്നത്. ഈ വാടക വീട് ഇവർക്ക് വാടകയ്ക്ക് നൽകുന്ന കെട്ടിട ഉടമയായിട്ടുള്ള സൈനുദ്ദീനാണ്. ഇവർ എത്ര കാലമായി ഇവിടെ താമസിക്കാൻ തുടങ്ങി? ഇവിടെ ഏകദേശം ഒരു 1.5 വർഷം പോലെയാണ് ഇവിടെ താമസിക്കൽ തുടങ്ങിയിട്ട്. നമ്മൾ ഒരു 1.5 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും. ഇവരെങ്ങനെ ഇവിടെ നാട്ടുകാരുമായി അയൽവാസികളായിട്ടുള്ള ബന്ധമൊക്കെ? അയൽവാസികളുമായിട്ടുള്ള ബന്ധം എനിക്കറിയില്ല. എൻ്റെ വീട് കുറച്ച് അപ്പുറത്താണ്. ഞാനിവിടെ വരും, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് വെച്ചാൽ മൂപ്പര് വിളിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കലുണ്ട്, വരും. പിന്നെ അതുപോലെ ഇവിടെ നാളികേരം കട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ വരുന്ന സമയത്തൊക്കെ ഇവിടെ ഉണ്ടാവും. മൂപ്പര് അങ്ങനത്തെ വ്യക്തിബന്ധങ്ങളൊന്നും അങ്ങനല്ല. ഇന്നലെ ഈ സംഭവം നടന്നത് നിങ്ങളൊക്കെ എപ്പോഴാണ്? ഇന്ന് രാവിലെ പെരുമ്പാവൂർ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുമ്പോഴാണ് ഇങ്ങനെ മരണപ്പെട്ടു എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിക്കുന്നത്. അതിന് മുമ്പ് നമ്മൾ സുഹൃത്തിനെ വിളിച്ചാണ്ട് ഒരു 10 മിനിറ്റ് മുമ്പ് വിളിച്ചാണ്ട് പറഞ്ഞിങ്ങനെ ന്യൂസ് കേൾക്കുന്നുണ്ട്, ഈ അത് അറിഞ്ഞക്കണമെന്ന് എന്നോട് ചോദിച്ചു. ഒരു 10 മിനിറ്റ് മുമ്പാണ്. കഴിഞ്ഞൊരു 10 മിനിറ്റിന് ശേഷം നമ്മളിങ്ങനെ മലപ്പുറം ഹോസ്പിറ്റലൊക്കെ വിളിച്ചൊന്ന് അന്വേഷിച്ച് നോക്കുക. കാരണം ഇവിടെ വന്ന് ഞാൻ വന്നപ്പോൾ ഇവിടെ ആളില്ല, വീട്ടിൽ അടച്ചു പൂട്ടി പോയിക്കണം. അതിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇനി ഹോസ്പിറ്റലിൽ ഇവിടെ മലപ്പുറം ഹോസ്പിറ്റലിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് അന്വേഷിച്ചാൽ കിട്ടുമല്ലോ എന്നുള്ളതൊക്കെ അന്വേഷിച്ച് നോക്കുക എന്ന് പറയുമ്പോഴാണ് ഈ പെരുമ്പാവൂർ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു മരണം, നിങ്ങളെന്ത് സ്ത്രീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ അത് മരണപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുന്നത്. സിറാജിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. സിറാജുദ്ദീനെ ഞാൻ ഇന്ന് രാവിലെ അതിന് ശേഷം വിളിച്ചു. അതിന് വീട്ടിൽ വന്ന് മൂപ്പര് ഇവിടെ ഇല്ല, ആരും ഇല്ല. അതിൽ മൂപ്പരെ വിളിച്ചു, അതിന് ഫോൺ എടുക്കണില്ല. അതിന് ശേഷം ഞാൻ 1, 2, 3 പ്രാവശ്യം മൂപ്പരെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചേക്കണം, ഫോൺ എടുത്തിട്ടില്ല. എന്ത് അഡ്രസ്സിൽ ഇവിടെ വന്ന് താമസിച്ചിരുന്നത്? മൂപ്പര് ജോലി മൂപ്പര് ഇവിടെ പള്ളിയിൽ, കാസർഗോഡ് ഭാഗത്തോടെ പള്ളിയിലാണ് പറയുന്നത്. പിന്നെ ഈ പ്രാസംഗികനൊക്കെ ആയിട്ട് പ്രസംഗിക്കാനോ ഒക്കെ മതപഠന പ്രസംഗത്തിനൊക്കെ പോകുന്ന ഒരാളാണ് എന്നുള്ള വിവരമാണ് നമുക്കുള്ളത്. വീട്ടിൽ വേറെ ആളുകൾ ആരും ഉണ്ടായിരുന്നു? വീട്ടിലെ ആളെന്ന് പറഞ്ഞാൽ മൂപ്പരെ ഉമ്മ ഉണ്ട്, വാപ്പുണ്ട്, പിന്നെ അതുപോലെ മൂപ്പരെ കുട്ടികളും. അവരാണ് നമ്മളിവിടെ വരുന്ന സമയത്തൊക്കെ നമ്മളിവിടെ കാണാറുള്ളത്. സാധാരണ വേറെ ആരും ഇവിടെ വീട്ടിൽ കാണില്ല. മൂപ്പരെ വൈഫും കുട്ടികളും ഉമ്മയും വാപ്പയും ഉണ്ടായാലുണ്ട് ഇവിടെ. പോലീസ് വിളിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളൊക്കെ അറിയണത്, പോലീസ് വിളിക്കുമ്പോൾ അറിയണത്. ഇവിടെ സ്മൃതി, ഇവിടുത്തെ പഞ്ചായത്ത് അംഗം സാദിക്കൂടെ നമ്മളുണ്ട്. ഇവർ ഗർഭിണിയാണെന്നുള്ളവരും പഞ്ചായത്തോ ആശാ വർക്കർമാർ ആരും അറിഞ്ഞിരുന്നില്ല? ഇല്ല, ഞാൻ വിവരം അറിഞ്ഞപ്പോൾ പോലീസ് നമ്മൾ വിളിച്ചിരുന്നു. ഇങ്ങനെ ഒരു മരിച്ചിട്ടുണ്ട്, നിങ്ങളെ വാർഡിലാണ്, അറിയുമെന്ന് വെച്ചാൽ അറിയുന്ന ആളുകളാണ്. ശാരീരിക ബന്ധങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആശാ വർക്കർ വിളിച്ചു. ആ സമയത്ത് ആശാ വർക്കർ വിളിച്ചപ്പോൾ പറഞ്ഞു, ജനുവരിയിൽ എൻക്വയറിയുമായി ബന്ധപ്പെട്ട് എല്ലാ വീടുകളും കയറുന്നതിൽ കുറേ ബെല്ലടിച്ചപ്പോൾ ഒരു ജനാല കൂടി സംസാരിച്ചത്. അപ്പോൾ ഇങ്ങനെ സഭയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഗർഭിണിയാണോ എന്നുള്ളത്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ അല്ല എന്നുള്ളതിലാണ് റിപ്പോർട്ട് ചെയ്തെന്ന് ആശാ വർക്കർ പറഞ്ഞത്. ഗർഭിണിയാണെന്നുള്ള വിവരം ആ സ്ത്രീ തന്നെ മറച്ചു വെച്ചു. അതെ, അങ്ങനെയാണ് ആശാ വർക്കേഴ്സ് ഇപ്പം എന്നോട് പറഞ്ഞത്. ഈ മരിച്ചവരും പോലീസ് പറയുമ്പോഴത്തേനാണ് പോലീസ് വിളിച്ചപ്പോൾ പിന്നെ സുഹൃത്തുക്കൾ പറയുമ്പോഴാണ് അങ്ങനെ മരിച്ചു എന്നുള്ളതും ഇങ്ങനെ ഒരു ഗർഭിണിയാണ് എന്നുള്ളതും അപ്പോഴാണ് അറിയുന്നത്. അയൽവാസികൾ പോലും ആരും അറിഞ്ഞിട്ടുണ്ട്? അയൽവാസികൾ ഇപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ കുറച്ച് കുട്ടികൾ സ്കൂളിൽ പറഞ്ഞേക്കണ്ട് വണ്ടിയിൽ അങ്ങോട്ട് എത്തുമ്പോൾ കണ്ടിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഇവള് പറഞ്ഞു. പക്ഷേ മരിച്ചവരും അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. അവിടുന്ന് കൊണ്ടുപോയതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. സ്മൃതി, തികച്ചും ദുരൂഹത നിറഞ്ഞതാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്നലെ വൈകുന്നേരം ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് 6 മണിയോടെയാണ് ഈ പ്രസവത്തിന് ഇത് നടക്കുന്നത്. അതിനുശേഷം 9 മണിക്ക് ശേഷമാണ് ഇയാൾ ഇവിടെ നിന്നും ഈ ഭാര്യയുടെ മൃതദേഹം അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ആലപ്പുഴ സ്വദേശിയാണ് സിറാജുദ്ദീൻ ലത്തീഫി. ഭാര്യ പെരുമ്പാവൂർ സ്വദേശിയാണ്. പെരുമ്പാവൂർ സ്വദേശിയുടെ വീട്ടിലേക്കാണ് ഇവിടെ നിന്നും ഈ മൃതദേഹം കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ മരിച്ച വിവരമോ ഇല്ലെങ്കിൽ ഇവർ ഗർഭിണിയാണെന്നുള്ള വിവരങ്ങളോ ഒന്നും തന്നെ ഇവിടെ നാട്ടുകാരെ ആരെയും അറിയിക്കാതെ തികച്ചും ദുരൂഹപരമായിട്ടായിരുന്നു ഇയാൾ ഇവിടെ
താമസിച്ചിരുന്നത്. മാത്രമല്ല ഈ കാര്യങ്ങളൊന്നും തന്നെ ആരോടും പങ്കുവെക്കാനും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അതാണ് സംഭവത്തിൽ ഇനി പോലീസ്